മഹി, എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് ഇത് ഇവിടെ വെച്ച് ക്ലിയർ ചെയ്യണം. എന്താണ് സത്യം? അച്ഛാ, കത്തെഴുതിയത് ചിന്നു തന്നെയാണ്. അതില് തെറ്റായിട്ടൊന്നുമില്ല. ചിന്നൊന്ന് കാണുന്നു പറഞ്ഞു, ഞാൻ പോയി. അല്ലാതെ കള്ളം, ഇത് കള്ളമാണ്. ഇല്ല, ഞാൻ ആർക്കും കത്തെഴുതിയിട്ടില്ല. ഈ പറയുന്നതൊക്കെ പച്ച കള്ളവാ. എന്തിനാ മൈസാർ ഇങ്ങനെ കള്ളം പറയുന്നത്? ചിന്നു കൊള്ളാം. ഇവൻ പറയുന്നു ഇവളാണ് കത്തെഴുതിയതെന്ന്. അവള് പറയുന്നു ഞാൻ ഇങ്ങനെ ഒരു കത്ത് കണ്ടിട്ടേയില്ലെന്ന്. നിന്നെ എപ്പോഴും ചേർത്ത് നിർത്തുന്ന എന്റെ മകൻ പറയുന്നു നീ തന്നെയാണ് ഈ കത്തെഴുതിയെന്ന്. അല്ലാതെ നിന്റെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന മറ്റാരും പറയല്ല. നീ എന്താ നാടകം കളിക്കണോ? മാഡം, എന്നെ വിശ്വസിക്കണം. ഞാൻ ആർക്കും ഒരു കത്തും എഴുതിയിട്ടില്ല. പിന്നെ ഈ കത്ത് എവിടുന്ന് വന്നു? നീ അല്ലാതെ നിന്റെ പേരില് മറ്റാര് കത്തെഴുതാനാ? ഈ വീട്ടിൽ ഇത്തരം തരം താണ പ്രവൃത്തികൾ നീ മാത്രമേ ചെയ്യൂ. വേണ്ടാത്തതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് എന്റെ മുമ്പിൽ അഭിനയിക്കാൻ നോക്കിയ കൊല്ലുന്നില്ല ഞാൻ. ചിന്നു, എന്തൊക്കെയാ ഇത്? മഹിയോട് എന്തു പറയാനാണ് നീ കത്ത് കൊടുത്ത് വിളിച്ചത്? അതിപ്പോ ഇവിടെ വെച്ച് നീ പറഞ്ഞില്ലെങ്കിൽ എല്ലാവരുടെ മുന്നിൽ നീ മോശക്കാരിയായിപ്പോ. എല്ലാരും നിങ്ങളെ തെറ്റിദ്ധരിക്കും. ചിന്നു, മഹിയോടുള്ള നിന്റെ സൗഹൃദവും അടുപ്പവും ഒന്നും ഒരു തെറ്റല്ല. നീ ഈ വീട്ടിലെ ജോലിക്കാരി മാത്രമല്ല, മഹിയുടെ വിദ്യാർത്ഥി കൂടിയാ. നിങ്ങൾ സംസാരിക്കുന്നതിന് ഇവിടെ ആരും വിലക്ക് കൽപ്പിച്ചിട്ടുമില്ല. ചിന്നു എന്തു പറയാനാ മഹിയെ കത്തുകൊടുത്ത് വിളിപ്പിച്ചത്? സർ, എന്നെ വിശ്വസിക്കണം. ഞാൻ ആർക്കും ഒരു കത്തും കൊടുത്തിട്ടില്ല.